കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്നിൽ വന്ന് നിറയുന്ന കർത്താവേ, അങ്ങയുടെ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ വന്ന് നിറയുമ്പോൾ അനുഗ്രഹത്തിന്റെ ആശീർവാദത്തിന്റെ നിമിഷങ്ങളിലൊക്കെ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, വിമോചക ശക്തിയായി വരേണമേ, ശക്തിയായി വരേണമേ. അക്കാലത്ത് യേശു ജനങ്ങളെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായെന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശമായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിൽ പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവർ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരും ഇരുത്തി. അപ്പോൾ അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവരെ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. യേശുക്രിസ്തുവിന് സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം പലപ്പോഴും നാം വായിച്ചു കേൾക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഈശോ ഇങ്ങനെ അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് 5 അപ്പം 5000 പേർക്ക് നൽകുന്നത്. എപ്പോഴും ഈ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അവര് ഭക്ഷിച്ച് തൃപ്തരായി. ഈ 5 അപ്പം 5000 പേർക്ക് നൽകിയപ്പോൾ ഈശോ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അവര് ഭക്ഷിച്ച് തൃപ്തരായി എന്ന്. നമുക്ക് എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുന്നവരാണ്, ഭക്ഷണം നൽകുന്നവരാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നൽകാനായിട്ടൊക്കെ നമ്മൾ മനസ്സ് ഒരുക്കാറുണ്ട്. എന്നാൽ എത്രമാത്രം തൃപ്തിയോടുകൂടി അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മനസ്സറിഞ്ഞ് വിളമ്പുക എന്നൊക്കെ. അതുപോലെ തന്നെ എത്രമാത്രം സംതൃപ്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന കാര്യം എന്താണ്? അവൻ നൽകുന്ന ഭക്ഷണങ്ങൾ നൽകിക്കഴിഞ്ഞാൽ സംതൃപ്തി ലഭിക്കും. അവർ ഭക്ഷിച്ച് തൃപ്തരായി. സമരിയക്കാരെ സ്ത്രീയോട് പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന ജലം നീ കുടിക്കുക, നിനക്കൊരു ദാഹിക്കുകയില്ല. ഈശോ എപ്പോഴും ഈ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓരോന്നിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്ക് സംതൃപ്തി ലഭിക്കും, നിനക്ക് സമാധാനം ലഭിക്കും. ഈശോ നമ്മുടെ മധ്യേ നിന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. പലപ്പോഴും ഈശോയുടെ വാക്കുകൾ അത് തന്നെയാണ്. സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും വാക്കുകളാണ് ഈശോ നമ്മളിങ്ങനെ നിറച്ച് നൽകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അപ്പൊ ഈശോന്റെ വാക്കുകളൊക്കെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കണം. ഒരിക്കല് മദർ തെരേസയോട് ഇങ്ങനെ ചോദിച്ചു, അമ്മ എങ്ങനെയാണ് ഈ ഇത്രയും ദിവസങ്ങള് ഇത്രയും മണിക്കൂറുകളൊക്കെ ഇങ്ങനെ ഇത്ര ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നത് ഈ വാർദ്ധക്യ കാലത്തിലൊന്നും? അപ്പോൾ മദർ തെരേസ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ഞാനും എൻ്റെ ഈശോയും മുഖാമുഖം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ആ 1 മണിക്കൂർ ഞാനും എൻ്റെ ഈശോയും ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നിരുന്ന എന്റെ പ്രാർത്ഥനകൾ എനിക്ക് തിരുവോസ്തി ഇവിടെ എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ മുഴുവനും വൈറ്റ് ആയിരുന്നു. അങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. പക്ഷെ കുറേശ്ശെ മെല്ലെ 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 കളറ് മാറി. ഇപ്പൊ ഒത്തിരി ഡാർക്കായിട്ട് വരുന്നില്ല, ഒരു ടിഞ്ച് മാറിയിട്ടുണ്ട്. കൂടാൻ പറ്റാന്നപ്പോൾ വല്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഭയങ്കര ഉന്മേഷമായിരുന്നു. എന്താണ്, അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി കുർബാന കൂടി കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ കൊറോണ സമയത്തൊക്കെ കുറെ നാളിങ്ങനെ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്തപ്പോൾ പല ആളുകളും ഇങ്ങനെ ഇരുന്ന് പോയി. പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞാണ്, ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു ചൈതന്യമുണ്ട്. അത് ഏറെ ഇപ്പോഴാണ് മനസ്സിലാകുന്ന കാര്യമാണ്. പലപ്പോഴും ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ചൈതന്യം അനുഭവിച്ചറിഞ്ഞ ആളുകളാണ്.
വാക്കുകൾ കൊണ്ട് പറയാനായിട്ടോ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനായിട്ടോ പറഞ്ഞു കൊടുക്കാനായിട്ടോ സാധിക്കാത്ത ഒന്നാണ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത്. കാരണം എത്ര വേദനകൾ നേരിട്ടും വിഷമങ്ങൾ നേരിട്ടും ദേവാലയത്തിലെ തിരുസന്നിധിയിൽ നോക്കി ഇത്തിരി നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തത തന്നെയാണത്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് ആർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അനുഭവിച്ച് അറിയുക തന്നെ ചെയ്യണം. ആ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഈശോയുടെ ചൈതന്യം മനസ്സിൽ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. മുട്ടിന്മേലായിരിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ പൊൻകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് ഗായക സംഘത്തോടൊപ്പം ഏറ്റുപാടി ആരാധനയുടെ ഈ രംഗാഭിനയിച്ചുകൊണ്ട് പാടി സ്തുതിക്കാം. വിശ്വാസത്തോടെ പാടിക്കേ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. കൈകൾ വീശിക്കൊണ്ട് പാടിക്കേ. ആരാധന ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ. നിങ്ങളുടെ ജീവനം വചനം മുറുകെ പിടിക്കുവിനെന്ന് ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വെളിച്ചമായി പ്രകാശിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. ഈശോയെ, വെളിച്ചമായി പ്രകാശമായി എൻ്റെ ജീവിതം അങ്ങ് മാറ്റണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പാടി ആലപിക്കാം. ആരാധന. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഉയർത്തുക. ദൈവം അത് നടത്തിത്തരും. രോഗശാന്തികൾ നടക്കുന്നുണ്ട്. നടുവിന് വേദന, പുറം വേദന ഇതെല്ലാം മാറിക്കിട്ടുന്നുണ്ട്. കൈയുടെ കടച്ചിൽ കാണുന്നുണ്ട്. വാദത്തിൻ്റെ അസുഖം ഒത്തിരി മഴ പിടിച്ചിട്ട് ഉള്ള ഒരു വ്യക്തിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കംപ്ലീറ്റ് വാദമാണ് അവർക്ക്. ഈ മഴ കാരണം അവർ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. ട്രേസ്യാമ്മ, ഏലിയാമ്മ അങ്ങനെയൊക്കെയുള്ള ഒരു 2 പേരെ കാണുന്നുണ്ട്. അത് വാദം ഉണ്ടായിട്ടാണെന്ന് അറിയില്ല. 2 പേരെനിക്ക് കിട്ടി. അത് ഞാൻ പറഞ്ഞു തന്നേ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുക. വയറിൽ എന്തോ പ്രശ്നമുണ്ട്, യൂട്രസിൽ എന്തോ പ്രശ്നമുണ്ട്, ചെറിയ ചെറിയ കുരുക്കളുള്ളതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ച് മാറും. നിങ്ങൾ ഓപ്പറേഷനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് യൂട്രസിൽ DNC പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ദൈവാകാര്യത്തിൽ ഇടപെടുന്നു അറിയിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഈശോനെ ഒന്ന് കണ്ടുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നതിൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ അതൊരു സന്തോഷം തന്നെയാണ്. കണ്ടില്ലേ കളർ കൂടി വരുന്ന കണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ, 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 രക്ഷ പ്രാപിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ പൊൻകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്നെ തന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റുപാടിക്കൊണ്ട് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം.